മുതലാളി എവിടെ ജാനകി? തോട്ടത്തിലോ കൊച്ചമ്മേ? എന്റെ അടിയാളായി നടന്നിട്ടെന്താ കാര്യം? ഇവിടെ ഒരു ലോറി പോലും വരരുത്, അത് തടയാൻ പറഞ്ഞിട്ട് അടിയും കൊണ്ടുവച്ച് 2 ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് വന്നേക്കണേ. അല്ലേ ചേട്ടാ, ലോറിയോ കത്തിക്കാൻ കഴിഞ്ഞില്ല, ഉത്സവത്തിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാവുന്ന. മിണ്ടരുത്. നിനക്കൊക്കെ ഈ വീട്ടിൽ എന്തിന്റെ കുറവാണ് ഞാൻ വരുത്തിയേക്കണത്? നിന്റെയൊക്കെ ഇഷ്ടത്തിന് നീയൊക്കെ വലിച്ചുവാരി കയറണില്ലേ? തിന്നുമ്പോ നീയൊക്കെ ഒരു എല്ല് പോലും ബാക്കി വെക്കാതെ ഇലയും ചേർത്ത് നക്കി നക്കി തിന്നണില്ലടാ. ചേട്ടാ, മണ്ണെണ്ണ ഒഴിച്ചോണ്ട് ലോറിക്ക് ശരിക്കും തീ പിടിച്ചില്ല ചേട്ടാ. മണ്ണെണ്ണ? അതെ ചേട്ടാ. കണക്കപ്പിള്ളേ, തന്നോട് ഞാൻ പെട്രോൾ അല്ല വാങ്ങി കൊടുക്കാൻ പറഞ്ഞത്. മുതലാളി, പെട്രോളിന്റെ വില 1 ലിറ്ററിന് 50 രൂപ, മണ്ണെണ്ണയ്ക്കാണെങ്കിൽ 35 രൂപ. 15 രൂപ മിച്ചം പിടിക്കാലോ എന്ന് വെച്ചിട്ട് തന്റെ കണക്കൊണ്ട് കുഴിച്ചു കൊണ്ടോ. 15 രൂപയുടെ ലാഭം നോക്കിട്ട് 5 ലക്ഷം രൂപയുടെ സുഖം കൊണ്ട് പറപ്പിച്ചില്ലടാ. നോക്കടാ, പുകയിലാണ്ടില്ലേ ഫാക്ടറി, അതിന്ന് വരണ പുക എന്റെ വയറ്റത്തടിച്ചില്ലടാ. 28 കോടി രൂപ പിടിച്ചു കൊടുത്തില്ല അവന്റെ അച്ഛൻ. ആ കുടുംബത്തെ നശിപ്പിക്കാതെ എനിക്ക് ഉറക്കില്ലടാ. അയ്യോ ചേട്ടാ, പാമ്പ് കടിച്ചു ചേട്ടാ, പാമ്പ് കടിച്ചു. അയ്യോ ചേട്ടനെ പാമ്പ് കടിച്ച്. എന്നെയല്ലടാ പാമ്പ് കടിച്ചത്. നീ എന്തിനാ ഒച്ച ഉണ്ടാക്കണേ? നീ പാമ്പിന്റെ പുറകെ പോടാ. ആ പാമ്പ് എങ്ങോട്ടാ പോയെന്ന് പോയി നോക്കടാ. എന്റെ ഭാര്യ പാല് വെച്ചതും സ്നേഹം കൊണ്ടാ പാമ്പ് വന്നത്. ചേട്ടാ, തോട്ടത്തിനകത്തേക്കാ പോകുന്നേ. പുറകെ പോ, പുറകെ പോ. ചേട്ടാ, പാമ്പിന്റെ പൊത്തിന്റെ അകത്ത് കയറാൻ പോവാ. വേഗം വാ, ഇതിനകത്താ. അയ്യോ പാമ്പ്. 20 പേരെന്നെ ചുറ്റി നിൽക്കുമ്പോ നീ എന്നെ മാത്രം നിനക്ക് അടിച്ചത്? നീ എവിടെന്നാ വരണത്? വേലുവായിച്ച, ഈ ചീറ്റലൊന്നും എന്റെ അടുത്ത് വേണ്ട. നിനക്ക് പല്ലിലാണ് വിഷം, എന്റെ ശരീരം മുഴുവൻ വിഷ. കഴിഞ്ഞ ഉത്സവത്തിന് ആർക്കും തളയ്ക്കാൻ പറ്റാത്ത ഈ കാളെ, ഇവിടെയുള്ള സിംഹങ്ങളെ, വരൂ വന്ന് ഈ കാളെ തളയ്ക്കൂ. சிங்கநடை போட்டு சிகரத்தில் ஏறு, எம்பேரி படையப்ப, இளவட்ட நடையப்ப, என்னோட உள்ளதெல்லாம் இளங்கிங்க படையப்பா. படையப்பா படையப்பா படையப்பா, பாசமுள்ள மனிதனப்பா, நான் மீச வச்ச குழந்தையப்பா. ഇതാ വന്നു കഴിഞ്ഞു. കാളയെ തളയ്ക്കാൻ വേണ്ടി മഞ്ചേരി സിംഹം എത്തിക്കഴിഞ്ഞു. അടച്ചു വെക്കടാ റാസ്കൽ. ഈ കുട്ടൻ കാളെ അടക്കാൻ പോകുന്നത് എപ്പോഴാണ് നിന്നോട് പറഞ്ഞേ? പിന്നെ പാട്ടിലിട്ടുണ്ട് നടന്നു വന്നല്ലോ. പാട്ടിടാ ഞാനെന്നോട് പറഞ്ഞേ. ഞാൻ നടന്നു വന്നപ്പോ നീയൊക്കെ പാട്ടിട്ട് ഞാൻ ആ സമയത്ത് പെർഫോം ചെയ്തു വന്നു, അത്രേ ഉള്ളൂ. ചേട്ടാ വന്ന് കാളെ പിടിക്ക് ചേട്ടാ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ മാനം പോകുന്നേ. കാള കുത്തി എന്റെ ജീവൻ പോണെന്നാണോ പറയുന്നത്? അപ്പൊ കാളെ പിടിച്ച് കെട്ടത്തില്ലല്ലേ? നീ പറഞ്ഞ കേക്കില്ലല്ലേ? ആരാടാ ഇങ്ങനൊക്കെ ചെയ്തത്? മര്യാദക്ക് പറയണം. ആഹാ, വളരെ മനോഹരം. പ്ലാൻ ചെയ്താ ഇങ്ങനൊക്കെ ചെയ്തത്. ഇനി ഇവിടുന്ന് എങ്ങനെയാ രക്ഷപ്പെടുന്നതെന്ന് അറിയത്തില്ലല്ലോ. സിനിമാ പാട്ടിട്ടപ്പോ അതിന്റെ പിന്നിൽ ഇങ്ങനൊരു ചതി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷേ എനിക്ക് ദേഷ്യം വന്ന് നീ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ആരാന്ന് നിനക്ക് കാണിച്ചു തരാടാ കാളെ. നോക്കില്ലടാ ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അയ്യോ, കാള പേടിച്ച് ഓടിപ്പോയല്ലോ. ഇപ്പൊ ഞാൻ ഏത് ഗ്രൗണ്ടിൽ ഇറങ്ങിയാലും ഞാൻ പ്ലാനോട് കൂടി ഇറങ്ങാറുള്ളൂ. എവിടാടാ നിന്റെയൊക്കെ കാള? പോയ കാളയോട് വരാൻ പറയടാ. ചിത്രയുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. സാദിയുടെ കല്യാണത്തെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല. അതെ, പറഞ്ഞത് ശരിയാ. അതെ, ഇപ്പോഴല്ലേ അവൾ ടിവിയിൽ കോമ്പയർ ചെയ്യാൻ തുടങ്ങി. ഇതിനുള്ളിൽ കല്യാണം എന്ന് പറഞ്ഞാൽ അവൾ ഒട്ടും സമ്മതിക്കില്ല. അതല്ല അങ്കിൾ, സ്വാതിയുടെ ചോദിക്കാതെ ഏതെങ്കിലും ചെറുക്കന്റെ ഫോട്ടോ കൊണ്ടുവന്നാലുണ്ടല്ലോ എല്ലാ റിസൾട്ടും നെഗറ്റീവ് ആകും. സ്വാതി, സ്വാതി, അയ്യോ സ്വാതി ലെറ്റർ എഴുതി വെച്ചിട്ട് ഓടിക്കളഞ്ഞോ. ഓടിപ്പോയെന്നോ? എന്റെ അടുത്ത് ചോദിക്കാതെ കല്യാണം ഓർമ്മിച്ചത് എനിക്ക് ഇഷ്ടമായില്ല. ഇനിയും വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ മിക്സിയുടെ താഴെയുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വീട് വിട്ട് പോവുകയാണെന്ന്. കൂടുതൽ വിവരം അറിയണമെന്നുണ്ടെങ്കിൽ കാറിന്റെ വൈപ്പറിൽ വെച്ചിട്ടുണ്ടെന്ന്. സ്വർണ്ണം എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നേ. പോഞ്ഞ വായൊന്ന് അടയ്ക്കാവോ? ഒന്ന് വേഗം തുറക്ക്.
എടി ഓടി പോവാന്ന് എഴുതി വെച്ചിട്ട് ഇവിടെ നിന്ന് കാപ്പി കുടിച്ചോണ്ടിരിക്കുകയാണോ? വീട് വിട്ടു പോകുന്നല്ലേ പറഞ്ഞേ, ഗേറ്റിന് പുറത്ത് പോകുന്നു പറഞ്ഞില്ലല്ലോ. വീട്ടുകാരെ അനുസരിക്കാതെ എന്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകാനായിട്ട് ഞാനത്ര വിവരമില്ലാത്തോളന്നല്ല. നിങ്ങൾ ലെറ്റർ വായിക്കുന്നേ. ഞാൻ STV മാറി ETV, സോണി TV എന്നിവയിലെല്ലാം പോയി CM-ന്റെ PM-ന്റെ ഇന്റർവ്യൂ എടുത്ത് അവസാനം BBC പോയി ക്വീൻ എലിസബത്തിനെ കൊന്നിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് അതിനുശേഷമേ ഞാൻ കല്യാണം കഴിക്കൂ. മലേഷ്യയിലുള്ള നിന്റെ ചെറിയ മുത്തച്ഛനും മുത്തശ്ശിയും കല്യാണത്തിന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുക. കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്റെ അംബിഷൻ എന്തായി തീരും? സ്വാതി, ഓരോ പ്രാവശ്യവും നിന്നെ TV കാണുമ്പോൾ എത്രമാത്രം സന്തോഷമാണോ ഉള്ളത്, അതുപോലെ പേടിയുണ്ട് മോളെ. ഈ അച്ഛന് വേണ്ടി നിന്റെ ആംബിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ. യെസ്. നിങ്ങൾക്ക് വേണ്ടിയൊന്നും അല്ല, എന്റെ അച്ഛന് വേണ്ടിയാ. താങ്ക് യു മോളെ. വാസു, സബ്ജക്റ്റ് വെളിയിൽ വന്ന് എത്തി നോക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കി നിൽക്കേ. കഴുത്തിലും കാതിലും ഒക്കെ കിടക്കുന്ന കിട്ടിയാൽ 50,000 രൂപ കിട്ടും. Just shut up. അല്ലതേ വേറൊന്നും കൂടെ വരുന്നുണ്ടല്ലോ. ഹായ് സ്വാതി, എന്താ താമസിച്ചത്? ഇത് പെപ്സി ഉമ അല്ല 7up സാധിയില്ലേ? ആരായ നമുക്കെന്താടാ, അസൈൻമെന്റാ പ്രധാനം. ഫോളോ ചെയ്യേ. സ്വാതി, ഇന്നലെ എന്നെ കാണാൻ ചെറുക്കന്റെ വീട്ടുകാർ വന്നിരുന്നു. അടുത്ത മാസം തന്നെ കല്യാണം നടത്താമെന്ന് അവര് പറഞ്ഞു. ഓക്കെ ഓക്കെ. എന്റെ ഇത് ഡ്രെയിനേജ് തുറന്നു വെച്ചിരിക്കുന്നു. നമുക്ക് എന്ത് വേണം, വാ പോകാം. ആരെങ്കിലും ഇതിൽ വീണാലോ? നമ്മൾ വീണില്ലല്ലോ. ഇത് മൂടിട്ട് പോയാ മതി. ഈ വെയിറ്റ് നീ എടുക്കാൻ പോവാണോ? എക്സ്ക്യൂസ് മീ, ഒന്ന് ഇങ്ങോട്ട് വരുവോ? ഇതൊന്ന് മൂടി വെക്കാവോ? ആരെങ്കിലും വീണാലോ പ്ലീസ്. അസൈൻമെന്റിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യേണ്ടത് നോക്കിയാ. അയ്യോ, എസ്കേപ്പ് ആയ ആള്. വാ, വാ. അയ്യോ, സരവണാസ് അകത്ത് കയറിയെന്ന് തോന്നുന്നു. അവിടെ 2500 എന്തെങ്കിലും ഫംഗ്ഷൻ എടുക്കാനാണോ? അല്ല, കാഷ്വൽ ആയിട്ട് ഇടാനാ. ക്യാഷല്ലോ? അതിനൊരു 700-800 രൂപയിൽ എടുത്താ പോരെ? ആ ഡ്രെയിനേജ് മൂടിയോ നമ്മളെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. എടി, അവര് നമ്മുടെ പുറകിൽ തന്നെ ഉണ്ട്. അല്ല വാസു, സ്റ്റേഷനകത്തോട്ടാണല്ലോ പോകുന്നത്. ഇനിയിപ്പം വനിതാ പോലീസ് വല്ലതും ആണോ അവള്? സിറ്റിംഗ് ഒക്കെ കട്ടിങ് കണ്ടിട്ട് അങ്ങനെയാന്ന് തോന്നുന്നില്ല. എന്താടാ വേണ്ടേ? നീയൊക്കെ ഇതിനാണ് വായ നോക്കുന്നത്. സാറായിരുന്നു അത്? എന്താ കൊച്ചേ, ഇദ്ദേഹമാണോ നിങ്ങളുടെ പിന്നാലെ വന്നെന്ന് പറഞ്ഞേ? ആരാ ഇത്? ഇദ്ദേഹം ഗ്ലോബൽ ഐ ഡിറ്റക്റ്റീവ് ഏജൻസിയിലെ ചീഫ് ഓഫീസറാണ്. എന്താ സാർ, എന്താ കാര്യം? ഈ കുട്ടിയുടെ കല്യാണമാ. ചെറുക്കന്റെ വീട്ടുകാർ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ചോദിച്ചു. അതാ ഞങ്ങൾ ഫോളോ ചെയ്തു. സോറി സാർ, ഇറ്റ്സ് ഓക്കെ, യു ക്യാരി ഓൺ. വാ വാ. സ്വാതി, ചെറുക്കന്റെ വീട്ടുകാർക്ക് എന്നെ സംശയാന്ന് തോന്നുന്നു. ഞാൻ ഉടനെ തന്നെ എന്റെ അച്ഛനോട് പറഞ്ഞ് ഈ കല്യാണം നിർത്താൻ പോവാ. ഹലോ, എന്തൊക്കെയാ ഇത്? എത്ര പെണ്ണ് വീട്ടുകാരാ ചെക്കനെ പറ്റി ഇങ്ങനെ അന്വേഷിക്കുന്നത്? അവരൊക്കെ ഇങ്ങനെ കല്യാണം നിർത്താൻ പോയാ പെണ്ണുങ്ങളുടെ ഗതി എന്താവും? പണ്ടത്തെ കാലത്തൊക്കെ ഒരു കല്യാണം വരുമ്പോ പെണ്ണിനെ കുറിച്ച് അയൽപക്കത്തുകാരോടോ ബന്ധുക്കളോടോ ചോദിക്കും, പെണ്ണിന്റെ സ്വഭാവം അറിയാൻ വേണ്ടി. ഇപ്പോഴാ ജോലി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. അതെന്തൊക്കെയായാലും പെൺകുട്ടികളെ ഫോളോ ചെയ്യുന്നത് ശരിയാണ്. അത് പിന്നെ ദേ, ആ വരുന്ന പെണ്ണുങ്ങളെ കണ്ടോ? ഭർത്താവ് മാത്രം കാണേണ്ട കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളെ കാണിക്കുക. ചോദിച്ചാ കൾച്ചർ ഡെവലപ്പായി എന്ന് പറയും. ആണുങ്ങൾ കൾച്ചർ ഡെവലപ്പായപ്പോ മുണ്ടിന്ന് പാന്റിലേക്കേ മാറിയുള്ളൂ. ഇങ്ങനെ അല്പവേഷത്തിൽ അലയെന്ന് കണ്ടിട്ടുണ്ടോ? കേരളത്തിലുള്ള ഒരു അച്ഛനമ്മയ്ക്കും പോലും അവരുടെ മക്കൾ ഇങ്ങനെ നേരാമണ്ണം തുണി എടുക്കാൻ നടക്കുന്നത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാ പെണ്ണുങ്ങളെ പറ്റി ക്യാരക്ടർ റിപ്പോർട്ടൊക്കെ ചോദിക്കുന്നത്. ജനിപ്പിച്ച മക്കളുടെ വേഷം കണ്ടിട്ട് ആരും മിണ്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. രാവിലെ തൊട്ട് നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഫോളോ ചെയ്യുക. തന്റെ ഫ്രണ്ടിന് എല്ലാ കാര്യത്തിലും ഒരു എക്സ്ട്രാ ശ്രദ്ധയുണ്ട്. ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ കെയർഫുള്ളാ. താനാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ വേഗണ്ട. ഈ കുട്ടിക്ക് എല്ലാത്തിനും 80 മാർക്കാ. കുട്ടിക്ക് 40 മാർക്കേ ഉള്ളൂ. ജസ്റ്റ് പാസ്സായെന്നേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും തന്നെ കുറിച്ച് ഞാൻ നല്ല റിപ്പോർട്ടേ കൊടുക്കും. പക്ഷെ ചില ശീലങ്ങൾ മാറ്റിയേ പറ്റൂ. തന്റെ ഫ്യൂച്ചർ നന്നായിരിക്കാൻ വേണ്ടിയാ. തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ ഈസ് എ ലക്കി ഗായ്. യു ആർ 100% എലിജിബിൾ ഫോർ എ പെർഫെക്റ്റ് മാരീഡ് ലൈഫ്. ബൈ. എന്താച്ചാ 1 മണിയായല്ലോ, കിടന്നില്ലേ? അമ്മേ, നിനക്ക് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിച്ചിട്ട് കിടന്നുറങ്ങ. അത് പറ്റില്ല. അമ്മ വന്ന് എനിക്ക് ഭക്ഷണം വിളമ്പി തരണം. ഇത്രയും നേരം അവൾ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ദേഷ്യത്തിലിരിക്കും. അമ്മേ, അവിടെ എനിക്ക് രാത്രി നല്ല ഉറക്കമാകുമ്പോ നീ വരും. രാവിലെ ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് പോകും. ഫോൺ ചെയ്യുമ്പോഴൊക്കെ നീ എവിടാന്ന് പോലും പറയാത്തത് കൊണ്ട് അവളാകെ പേടിച്ചു പോയി. എന്താ അമ്മ ഇത്? എവിടെയാടാ പോയത്? എന്താ ഫോൺ ചെയ്യാഞ്ഞത്? ചോദിച്ചൊരു മറുപടി പറ. ഒരു കൊച്ചു കുഞ്ഞിനെ എന്താ
കാണാതായി, അതുകൊണ്ടാ. മനസ്സിലായില്ല മോനെ. റൗഡികള് കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയി 10 ലക്ഷം രൂപ ചോദിച്ചു. ഒരു VIP കുട്ടിയാ. അവര് പണം കൊടുക്കാമെന്ന് സമ്മതിച്ചു. എങ്കിലും പോലീസുകാർക്ക് അത് നാണക്കേടായി. ഒറ്റ രാത്രി കൊണ്ട് കുഞ്ഞിനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് സഹായം ചോദിച്ചു. കുഞ്ഞിനെന്ത് പറ്റി? കുഞ്ഞിനെ ഞങ്ങൾ കണ്ടുപിടിച്ചമ്മേ. അവരെയും അറസ്റ്റ് ചെയ്തു. എന്റെ കുഞ്ഞിനെ എനിക്ക് അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ. ലക്ഷ്മി, എന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കണ്ട മതിയായിരുന്നു. അമ്മേ, ഇതുകൊണ്ടാ ഞാൻ പറയാൻ മടിച്ചത്. അമ്മ വെറുതെ എന്നെ നിർബന്ധിച്ച് കരയല്ലേ അമ്മേ. നിർത്ത്. വേണ്ടമ്മേ, വേണ്ട. പ്ലീസ് 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 അമ്മേ, പ്ലീസ്.